ഹായ്, നിങ്ങളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എന്നാൽ സോളാർ പ്ലാന്റിനുള്ള ഓർഡർ കൊടുക്കാൻ ഏറ്റവും ഉചിതമായ മാസം ഏതാണെന്നറിയോ? നമുക്കതൊന്ന് പരിശോധിക്കാം. ഒരു സോളാർ പ്ലാന്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെൻഡർക്ക് ആ ഇൻസ്റ്റാളേഷൻ ഏറ്റവും ടൈമിലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം ഏതാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, സബ്സിഡിയോടുകൂടിയാണ് ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സബ്സിഡി വരാനുള്ള ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിന്റെ അതേ പേരായിരിക്കണം നമ്മുടെ കൺസ്യൂമറുടെ നെയിം. ഈ പറഞ്ഞ കൺസ്യൂമർ നെയിമിനും ബാങ്ക് അക്കൗണ്ടിലുള്ള നെയിമും തമ്മിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടാണ് സബ്സിഡി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട്, സോളാർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കപ്പാസിറ്റിക്ക് ഒത്ത കണക്റ്റഡ് ലോഡ് ആ കൺസ്യൂമറിലുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളൊരു 3 കിലോവാട്ട് പ്ലാന്റ് ആണെങ്കിൽ 3 കിലോവാട്ട് എങ്കിലും കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിലാണ് ആ സോളാർ പ്ലാന്റിനുള്ള ഫീസിലിറ്റി ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള ലോഡിനെ അപ്ഗ്രേഡ് ചെയ്ത് 3 or 4 or 5 നമ്മുടെ ബേസ്ഡ് ഓൺ നമ്മുടെ സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചേഞ്ച് ചെയ്യാനും ഒരു 1 week ടൈം നമുക്ക് ആവശ്യമാണ്. ഇനി 5 എബവ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഉദ്ദേശിക്കുന്ന സോളാർ പ്ലാന്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷനെ 3 phase കണക്ഷനാക്കി അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമതായിട്ട്, നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു സോളാർ വെൻഡറെ ചൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയത്തായിരിക്കും. അങ്ങനെയെങ്കിൽ ആ പ്രോജക്റ്റിന് ടൈംലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യാനായി വെൻഡർക്ക് സാധിക്കും. നാലാമതായിട്ട്, പാനലിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും അവൈലബിലിറ്റിയാണ് നമ്മുടെ പ്രൊജക്റ്റിനെ ഡിലേ ആക്കാനുള്ള മറ്റൊരു കാരണം. പാനൽസും ഇൻവെർട്ടേഴ്സും സ്റ്റോക്ക് ഔട്ട് ആവുന്ന സമയങ്ങളിലാണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് 2-3 ആഴ്ച കൂടി ഡിലേ ആവാൻ അത് കാരണമാകും. അഞ്ചാമതായിട്ട്, ലേബർ ഷോർട്ടേജ് ഉള്ള സമയങ്ങളിൽ ആണ് നമ്മൾ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിലും നമ്മുടെ പ്രൊജക്ട്സ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഒരു സോളാർ വെൻഡർ എന്ന നിലയിൽ ഒരു സോളാർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒരു സോളാർ ഇൻസ്റ്റാളേഷനെ പറ്റി തിങ്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മന്ത് എന്നുള്ളത് ജൂലൈ ആണെന്ന് ഞാൻ പറയും. കാരണം ഒരു വെൻഡറെ സംബന്ധിച്ചിടത്തോളം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. അതിൽ ഏപ്രിൽ മെയ്യോടുകൂടി ഹീറ്റ് വേവ് സ്റ്റാർട്ട് ചെയ്യുകയും ഉച്ച സമയങ്ങളിലുള്ള വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. മെയ് മിഡോടുകൂടിയാണെങ്കിൽ മഴക്കാലവും സ്റ്റാർട്ട്. ഈ പറഞ്ഞ തടസ്സങ്ങളെല്ലാം നേരിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ജൂൺ ലാസ്റ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ജൂലൈയിലാണ് നിങ്ങളൊരു വെൻഡർക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നെയിം ചേഞ്ചും ലോഡ് കറക്ഷൻസും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ജൂലൈ മിഡോടുകൂടി അദ്ദേഹത്തിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ജൂലൈ മിഡോടുകൂടി തന്നെ പാനൽസും ഇൻവെർട്ടേഴ്സും റീസ്റ്റോക്ക് ആവുന്ന ടൈമാണ്. ജൂലൈ ലാസ്റ്റോടുകൂടി നമുക്ക് ലേബേഴ്സും സുലഭമായി അവൈലബിൾ ആയിരിക്കും. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും മഴയെല്ലാം മാറി വെയിൽ തെളിയുന്ന സമയവുമാണ്. ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മിഡോടുകൂടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ വെൻഡർക്ക് കസ്റ്റമർക്ക് സിസ്റ്റം ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്നതാണ്. ആയതിനാൽ ഇനിയൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാളറെ ചൂസ് ചെയ്ത് ഓർഡർ കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു ഉചിതമായ സമയം ചൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.